ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ആദ്യം ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം, അതിനുശേഷം നമുക്ക് റിയൽ മാർക്കറ്റ് തന്നെ അപ്ലൈ ചെയ്യാം. രണ്ട് സോണുകൾക്കിടയിൽ ഉള്ള പ്രൈസ് മൂവ്മെൻ്റ് ആണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. അതായത് ഒരു സോണിൽ നിന്ന് മറ്റേ സോണിലേക്ക് വരികയും പിന്നീട് തിരിച്ച് വന്ന സോണിലേക്ക് തന്നെ തിരിച്ച് പ്രൈസ് പോകുന്നതിനെയാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആദ്യം വന്ന് ബീറ്റ് ചെയ്ത സോണിനെ സപ്പോർട്ടെന്നും രണ്ടാമത്തെ സോണിനെ റെസിസ്റ്റൻസ് എന്നും പറയും. ഇതാണ് ഒരു റെസിസ്റ്റൻസിൻ്റെ എക്സാമ്പിൾ. താഴോട്ട് വരും, അത് സപ്പോർട്ടായി ആക്ട് ചെയ്യുന്നു. പിന്നെ വീണ്ടും അവിടുന്ന് അത് മണ്ടയ്ക്കോട്ട് പോയി അത് വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. പ്രൈസ് പിന്നീട് സപ്പോർട്ടിലോട്ട് വരികയും ആ താഴത്തെ റേഞ്ചിനെ ആണ് പറയുന്നത് നമ്മൾ സപ്പോർട്ടെന്ന്. പിന്നീട് ആ സപ്പോർട്ട് എടുത്ത് നമ്മുടെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നീട് നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അവിടെ നമ്മുടെ എൻട്രി പ്ലേസ് ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ മാർക്കറ്റ് വരുമ്പോൾ കാണിച്ചു തരാം. പിന്നീട് ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ആ റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ടായി മാറുന്നതായിട്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റെ ഒരു ബേസിക് ഡയഗ്രാം, അതായത് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ. റിയൽ മാർക്കറ്റിൽ സ്വല്പം കൂടെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, അത്ര പേടിക്കാനൊന്നുമില്ല. എങ്കിലും നമുക്ക് പ്രാക്ടീസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് മാർക്കറ്റ് രണ്ട് പ്രൈസ് സോണുകൾക്കിടയിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അപ്പും ഡൗണും ആകുന്നത് നമുക്ക് മാർക്കറ്റിൽ കാണാം. ഇപ്പോഴൊക്കെ മാർക്കറ്റ് ഒരു സപ്പോർട്ടെ ബീറ്റ് ചെയ്ത് മണ്ടയ്ക്കോട്ട് പോകുന്നു, അപ്പോഴെല്ലാം റെസിസ്റ്റൻസ് തപ്പി മാർക്കറ്റ് താഴോട്ട് വരുന്നു. ഒന്നോ രണ്ടോ പ്രാവശ്യം ബീറ്റ് ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുക്കാം. ഇതിന് ശേഷം സപ്പോർട്ട് എടുത്തതിന് ശേഷം എങ്ങോട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് അങ്ങോട്ട് നല്ലൊരു മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് രണ്ട് വരയായിട്ടില്ല, രണ്ട് സോണായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. കാരണം വിക്ക് സോണും മറ്റ് കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിതിനെ ഒരു രണ്ട് സോണുകൾക്കിടയിലാക്കി മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സോണിൽ എപ്പോഴൊക്കെ മാർക്കറ്റ് വരുന്നോ അപ്പോൾ എല്ലാം ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അതിനൊരു 1:2 അല്ലെങ്കിൽ 1:1.5 എന്ന റിസ്ക് റിവാർഡ് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു മൂവ്മെൻ്റ് ആണെങ്കിലും നമുക്ക് കിട്ടുന്നതാണ്. പിന്നീട് ഇതിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ആ സപ്പോർട്ടിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ചെറിയൊരു റീടെസ്റ്റ് കിട്ടി. റീടെസ്റ്റ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ റീടെസ്റ്റ് എന്താണെന്നുള്ള വീഡിയോ ഇടാം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എപ്പോഴൊക്കെ ആ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ടോ നല്ലൊരു മൂവ്മെൻറ്റ് 1:3, 1:5 റേഷ്യോയിൽ നമുക്കൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി അവിടെ ലഭിക്കുന്നതായി മാർക്കറ്റിൽ കാണാം. ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രേഡിങ്. നമുക്ക് മറ്റൊരു എക്സാമ്പിളോടെ നോക്കാം. ഇവിടെ ഒരു നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ആർക്കെങ്കിലും. ഇവിടെ മണ്ടയ്ക്ക് ഒരു റെസിസ്റ്റൻസും താഴെ ഒരു സപ്പോർട്ടും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മളൊരു വരയായിട്ടല്ല നോക്കുന്നത്, നമ്മളൊരു സോണായിട്ടാണ് നോക്കുന്നത്. ഇതിലിപ്പോൾ രണ്ട് സോൺ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് സപ്പോർട്ട്, ഒന്ന് റെസിസ്റ്റൻസ്. ഈ പേരിലൊന്നും കാര്യമില്ല, ജസ്റ്റ് ആ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. എപ്പോഴൊക്കെ മാർക്കറ്റ് സപ്പോർട്ടിന് പോകുന്നുണ്ടോ അപ്പോഴെല്ലാം റെസിസ്റ്റൻസ് കൊണ്ട് താഴോട്ട് വരുന്നു, പിന്നീട് വീണ്ടും സപ്പോർട്ട് എടുത്ത് താഴോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അവിടെ നടന്നത്. ഇവിടെ ബൈ ചെയ്തവരെല്ലാം അവിടെ ആയപ്പം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പം പിന്നെ വീണ്ടും അവിടെ ബൈയേഴ്സ് ആക്റ്റീവായി. പിന്നീട് അത് ആ ഒരു റെസിസ്റ്റൻസിനെ അത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ്, ഇത് ബ്രേക്ക് ഔട്ട് ട്രേഡിങ് എടുക്കുന്നവർക്കൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അവിടെ നമ്മുടെ സിങ്ങിൻ്റെ അടിയിൽ നമ്മുടെ SL വെക്കുകയും പിന്നീട് 1:5, 1:6, 1:3 മിനിമം ഒരു 1:2 എങ്കിലും നമുക്കവിടെ സുഖമായിട്ട് അവിടെ കിട്ടുന്നതാണ്. അപ്പം ഇതാണ് ബേസിക്കലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബേസ്ഡ് ട്രേഡ് എടുക്കുന്നത്. നമുക്കിത് എല്ലാ ടൈം ഫ്രെയിമിലും നമുക്കിത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ടൈം ഫ്രെയിമിലും ഇത് വർക്കാവും. 5 മിനിറ്റ് ആയാലും 15 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും 1 അവർ ആയാലും ഈവൻ ഡെയിലി ടൈം ഫ്രെയിമിൽ പോലും ഇത് നല്ലപോലെ വർക്കാവുന്നൊരു സ്റ്റൈൽ തന്നെയാണ്. അത് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് സ്റ്റൈൽ തന്നെയാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബേസിക് ഡയഗ്രാം ഇതാണ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. വലിയ കോംപ്ലിക്കേറ്റഡുള്ള കാര്യങ്ങളൊന്നുമല്ല. SMC സ്വല്പം പാടുള്ള കാര്യമാണ്, എളുപ്പമുള്ള കാര്യമാണ് ഈ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളത്. ഇതാണൊരു ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് റിയൽ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടെ നമുക്കതൊരു പ്രാക്ടീസ് ആവും. പിന്നെ നമുക്കത് സുഖമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
അപ്പം